നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ മാസ്റ്ററാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല അധ്യക്ഷത വഹിച്ചു. പശ്ചാത്തല മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ മാസ്റ്ററാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയത്. SC, ST, വനിതാ, ശിശു, ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി വിവിധ പദ്ധതികളും ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ബഡ്ജറ്റിലും നമുക്ക് പദ്ധതി നിർവഹണത്തിനായി നീക്കിവെക്കുന്ന തുകയുടെ നിശ്ചിത ശതമാനം പ്രത്യേക പരിരക്ഷ അർഹിക്കുന്ന ആളുകൾക്ക് നീക്കിവെച്ചാലേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതും കൂടി ചേർത്തുകൊണ്ട് ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്കുള്ള മികച്ച പദ്ധതികൾക്കായി ബഡ്ജറ്റ് നീക്കിവെച്ചിട്ടുണ്ട്. നമ്മുടെ കാർഷിക മേഖലയുടെ പച്ചപ്പും മൃഗസംരക്ഷണ മേഖലയുടെ പ്രസരിപ്പും നിലനിൽക്കുന്നതിനായി 1 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണവും അതുപോലെ തന്നെ വിവിധ കാർഷിക പദ്ധതികളും ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകയിരുത്തലാണത്. നമ്മൾ പരമ്പരാഗതമായി നടത്തിവരുന്ന എല്ലാ കാർഷിക മേഖലയിലെ ഇടപെടലുകളും ഒന്നൊഴിയാതെ തന്നെ ഇതിൽ ഉൾച്ചേർക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പശ്ചാത്തല മേഖലയുടെ വികസനമാണ് നമ്മുടെ മുഖ്യ അജണ്ടയെങ്കിലും, ഈ വർഷത്തെ ബഡ്ജറ്റിന്റെ മുഖ്യ അജണ്ടയെങ്കിലും കാർഷിക മേഖലയ്ക്ക്, മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഒട്ടും തളർച്ച ഇല്ലാതെ തന്നെ ഈ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വാതക ശ്മശാനം, റോഡ്, സ്റ്റേഡിയം നവീകരണം തുടങ്ങിയ പശ്ചാത്തല മേഖലക്കാണ് പ്രാധാന്യം നൽകിയത്. ജനപങ്കാളിത്ത വികസന ഗ്രാമം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിലേക്കുള്ള യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗ്രാമവണ്ടി ഒരുക്കുന്നതിനുള്ള പദ്ധതികളും ബഡ്ജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. 45,84,53,042 കോടി രൂപ വരവും 44,37,02,120 രൂപ ചിലവും 1,47,32,922 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെ തന്നെയായാലും 2025 ഡിസംബർ മാസം ചാർജ് എടുത്ത പുതിയ ഭരണസമിതി സമഗ്ര വികസന കാഴ്ചപ്പാടോട് കൂടിയ ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്ക് എല്ലാ പ്രതീക്ഷയും നൽകുന്ന ഒരു ബജറ്റ് ആയിരിക്കട്ടെ ഇന്നത്തെ ബജറ്റ് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിഷ K, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KP സമീറ, ലിബിഷ AP തുടങ്ങിയവർ സംസാരിച്ചു. C പുരുഷ മാസ്റ്റർ, TM നാസർ, K റിനീസ് മാസ്റ്റർ, K മുകുന്ദൻ മാസ്റ്റർ, ശശി നാടുവാളിൽ, KP നന്ദനൻ, K ലത, VN അനിത, TP കുഞ്ഞിക്കണ്ണൻ, ബിന്ദു KC എന്നിവരും ആശംസാ പ്രസംഗം നടത്തി. സമഗ്ര ന്യൂസ് പനൂർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.